ആമോസ് 4:12 യഹോവയെ ദൈവം പറഞ്ഞു, നിന്റെ ദൈവത്തെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക. ഓരോ ദൈവ പൈതലും ചെയ്യേണ്ടുന്ന 2 കാര്യങ്ങളാണ്. 1 ഒരുങ്ങണം, 2 ഒരുക്കണം. നാളെ എന്നൊരു സമയം നമ്മുടെ മുമ്പിലില്ല. ലോകത്തിൽ ഓരോ ദിവസം കഴിയും തോറും യുദ്ധങ്ങൾ വരുന്നു, പ്രശ്നങ്ങൾ വരുന്നു, പല കാര്യങ്ങളും മാറി മാറി മറിയുന്ന സമയത്ത് വേദപുസ്തകത്തിൽ പറയുന്ന പല കാര്യങ്ങളും നടക്കുമ്പോൾ, ബാധകൾ ആഞ്ഞടിക്കുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, മാറാവ്യാധികൾ വരുമ്പോൾ നമ്മൾ ഒരുങ്ങേണ്ടുന്ന സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. പണ്ട് എല്ലാവരും ചിന്തിക്കുമായിരുന്നു, അങ്ങനെയൊന്നും ഒരു ദിവസം ലോകമൊന്നും അടച്ചിടുകയില്ല. പക്ഷേ നമ്മുടെ മുമ്പിൽ ദൈവം ഒരു ദൃഷ്ടാന്തമായി നമുക്ക് കാണിച്ചു തന്നു, അങ്ങനെ ഒരു സമയം വരും. കോവിഡ് നമ്മുടെ മുമ്പിൽ വന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എല്ലാവരും വീടിനകത്തായിരുന്നു. ഒരു സമയം വെച്ചു, ആ സമയത്തിന് മാത്രമേ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റിയുള്ളൂ. കയ്യിൽ പണമുണ്ട്, എല്ലാം ഉണ്ടായിരുന്നിട്ടും പലർക്കും അവരുടെ ജീവനെ പോലും അവരുടെ കുടുംബത്തെ പോലും രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, പ്രിയ ദൈവമക്കളെ, നമ്മൾ ഒരുങ്ങണം. എങ്ങനെ ഒരുങ്ങണം? വിശുദ്ധിയോടുകൂടെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഒരുക്കണം. ഇത് പഴയ നിയമത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 10 കന്യകമാരിൽ 5 പേർ ഒരുങ്ങിയിരുന്നു. അവരുടെ വിളക്ക് അവർ റെഡിയാക്കി വെച്ചിരുന്നു. വിളക്കിനകത്ത് അവർ എണ്ണ റെഡിയാക്കി വെച്ചിരുന്നു. അതുകൊണ്ട് സമയം വരുമ്പോൾ ഞാൻ ഒരുങ്ങിക്കൊള്ളാം എന്ന് ചിന്തിക്കരുത്. ആ സമയത്ത് നമുക്കതിനുള്ള സാഹചര്യം കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് നാളത്തേക്ക് മാറ്റിവെക്കാതെ ഇന്ന് നമുക്ക് ഒരുങ്ങാം. ഇന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഒരുങ്ങി തീരുവാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇന്ന് നമുക്ക് ആ ഒരുക്കം ആരംഭിക്കാം. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കാം. വിശുദ്ധി അല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. ആരോടെങ്കിലുമൊക്കെ ക്ഷമിക്കാനുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കുവാൻ തയ്യാറാകാം. ആരോടെങ്കിലുമൊക്കെ നമ്മൾ സമാധാനമില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ അവരോടൊക്കെ നിരപ്പിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഭവങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരാം. നോഹയോട് ദൈവം പറഞ്ഞു, ഈ ലോകത്തെ നശിപ്പിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ട് പറഞ്ഞു? ആ ലോകത്തിൽ എല്ലാ മനുഷ്യരും പാപത്തിൽ മൂടിക്കിടന്നപ്പോൾ, എല്ലാവരും പാപത്തിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഒരു മനുഷ്യൻ മാത്രം അനേകം വർഷങ്ങളായി വിശുദ്ധിയോടുകൂടെ ജീവിച്ചു, സ്വയം ഒരുങ്ങി. ഒരു ദിവസം കൊണ്ടല്ല, അനേകം വർഷങ്ങളെടുത്തു നോഹ ഒരുങ്ങി. രണ്ടാമത് നോഹ ചെയ്തൊരു കാര്യമാണ്, മറ്റുള്ളവർക്ക് വേണ്ടി, തൻ്റെ കുടുംബത്തിന് വേണ്ടി, സകല ജീവജാലങ്ങൾക്കും വേണ്ടി ദൈവം പറഞ്ഞ രീതിയിൽ ഒരു പെട്ടകം ഒരുക്കി. അതുകൊണ്ട് ഇന്നത്തെ മെസ്സേജ് ഇതാണ്. ഒന്നാമതായി നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുക. രണ്ടാമതായി മറ്റുള്ളവരെ ദൈവരാജ്യത്തിനായിട്ട് ഒരുക്കുക, സ്വർഗരാജ്യത്തിനായിട്ട് ഒരുക്കുക. നോഹ പറഞ്ഞതുപോലെ സകലവും നശിക്കുവാൻ പോകുന്നു. നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ, നരകത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ, ക്രിസ്തു എന്ന പെട്ടകത്തിലേക്ക് കയറുക. സ്വർഗരാജ്യത്തിലേക്ക് അനേകരെ ഒരുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.